കല്യാണം വിളിക്കാണെന്ന് പറഞ്ഞില്ലേ രത്നാകര? പിന്നെ എന്നോടൊപ്പം സ്ഥിരമായി പല അമ്പലങ്ങളിലും സപ്താഹ സദ്യ ഉണ്ണാൻ വേണ്ടി വരുന്ന കുറെ ചങ്ങാതിമാരുണ്ട്. അവരെയൊക്കെ വിളിക്കണം. ഈ ഒരൊറ്റ വിചാരമല്ലേ നിനക്കുള്ളൂ? ചേട്ടത്തി, ഈ ഭക്തിയും ഭക്ഷണവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. രണ്ടും തുടങ്ങുന്നത് ഭായില്ല. നടത്തിപ്പുകാർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നത് ആ ഏർപ്പാടില്ല. നമ്മളെ കണ്ട് കണ്ട് പലരും ഇതൊരു ബിസിനസ് ആക്കിയിരിക്കുക. കള്ളം എല്ലാരും പഠിച്ചു പോയി. ഭക്തിയുടെ മേൽ നിവേദ്യമാണെന്ന് പറഞ്ഞ് എന്ത് കൊടുത്താലും കൊള്ളാവുന്ന വീട്ടിലെ കൊച്ചമ്മമാരും വിശപ്പറിയാത്തവരെ ക്യൂ നിന്ന് വാങ്ങിച്ചോളും. അവിടെ പിന്നെ വലിപ്പം ചെറുപ്പമൊന്നുമില്ല കേട്ടോ. കേരളത്തിൽ സോഷ്യലിസം നടപ്പാവുന്നത് സപ്താഹ സദ്യക്ക് മുന്നില്ല. എന്റെ രത്നാകര, കല്യാണമൊക്കെ ഇങ്ങെടുത്തു. അതെ, ഈ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കാൻ എന്നെ ഒന്ന് സഹായിച്ചുകൂടാ നിനക്ക്? മൂക്കിന്റെ പാലം തകർന്നിരിക്കുക. മൂക്കൊണ്ടല്ലോ സഹായിക്കുന്നത്, കൈ കൊണ്ടല്ലേ? പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പ് ശരിപ്പെടണം. നോക്കട്ടെ. ശബ്ദത്തിനൊരു പ്രശ്നം ശ്രദ്ധിച്ചോ? സംഗീത കച്ചേരിക്കൊന്നും പോണില്ലല്ലോ. പഴയതുപോലെ ചാപ്പാടെടുക്കാൻ പറ്റുന്നില്ല ചേട്ടത്തി. ചവക്കുമ്പോ മൂക്കിനാണ്. കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറഞ്ഞിട്ടില്ലായിരുന്ന ഞാനല്ലയോ? പോഷകാഹാരക്കുറവുണ്ട് കേട്ടോ. അത് നേരാ. അല്ല, കൊച്ചേട്ടൻ ഇവിടെ പോയതാ? അയ്യോ, കല്യാണ ദിവസം നിശ്ചയിച്ചില്ലേ? 100 കൂട്ടം കാര്യങ്ങളാ. അതിന്റെ ഓട്ടത്തിലാ. ഇന്ന് ആ കുട്ടി വരും, ഗംഗാപ്രസാദേ. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം ഇന്ന് കൊടുക്കുകയല്ലേ, അതെടുക്കാൻ പോയിരിക്കും. എന്റെ ചേട്ടത്തി, നിങ്ങൾ എന്ത് വിവരക്കടായി കാണിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കൊടുത്താൽ പോരായിരുന്നു? അവൻ ജീവനോട് ഉണ്ടാവുന്ന ഉറപ്പായതിനു ശേഷം ആരെങ്കിലും 50 ലക്ഷം രൂപ കൊണ്ട് പട്ടണക്കാത്തിട്ട് കത്തിച്ച് കളയൂ? അനിയനാണ് ഞാൻ നോക്കല കേട്ടോ. മൂക്കാടത്തെ നന്നാലുണ്ടല്ലോ. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാ. ഞാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാൻ നടക്കുന്ന എനിക്കും വിശ്വാസം. എന്റെ ചേട്ടത്തി, ആ ചെറുക്കന്റെ കാര്യത്തിനൊരു തീരുമാനമാകാറായത്. അതുകൊണ്ടല്ലേ അവൻ ഇവിടെ ഒന്ന് കൈ കൊടുത്തത്. വിനാശകാലേ വിപരീത ബുദ്ധി കേട്ടിട്ടുണ്ടോ? എന്റെ രത്നാകര, നിന്നോട് പറഞ്ഞിട്ട് ഒരു ഉപയോഗം. ചേട്ടത്തി, എന്നെ എന്റെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് ഒരു പെടക്കോഴി നമ്മളുടെ തൊഴുത്തിന്റെ മേളിൽ കയറിയിരുന്ന് കൂവിയെന്ന്. അത് കേട്ടിട്ട് ഉമ്മർത്തിരുന്നോണ്ട് വല്യമ്മാവും പറഞ്ഞു, ഈ ജനിക്കുന്നവൻ ഗുണമില്ലാത്തവനാണെന്ന്. ഇവനെ കൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ എനിക്കോ 10 കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന്. ഫലിച്ചോ? അകത്ത് കയറി എന്നെ കണ്ടിട്ട് പോയ അമ്മാവിന്റെ ഉച്ചയ്ക്ക് തേങ്ങ വീണ്. പാപം 7 കണ്ണടച്ചു. എന്താ കാര്യം? ജന്മപുണ്യം. ഓരോ മനുഷ്യ അനുഭവങ്ങളാ പാഠം പഠിപ്പിക്കുന്നത്. അതെ അതെ, കൊച്ചേട്ടനാണല്ലോ. ദൈവമേ, മുട്ടിനും മുതുകിനും വയ്യ, കണ്ണിന് കാഴ്ചയുമില്ല, എന്നാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ല. 2 ഹെഡ്ലൈറ്റാ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏനക്കൊരു വല്ലതും തോന്നുന്നുണ്ടോ കൊച്ചേട്ടാ? ആംബുലൻസ് വിളിക്കണോ? അല്ല, നിപ്പാലെ കുഴഞ്ഞുകൂടി മരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഫാഷൻ, അതുകൊണ്ട് ചോദിച്ചോ. ബാങ്ക് നിക്ഷേപിച്ച പണം എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ പണം എടുക്കുന്നതിന് എന്താ തടസ്സം? കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജരും ഷാബും ഒക്കെ ചേർന്ന് കോടികളുടെ തിരിമറി നടത്തിയെന്ന് അന്വേഷിക്കാൻ പോലീസും ഒക്കെ വലിയ ബഹളം നടക്കുക. അതിന്റെ അന്വേഷണങ്ങളും നടപടികളും കഴിയാതെ നിക്ഷേപകർക്കൊന്നും പണം പിൻവലിക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ പണം നഷ്ടമാവുമോ? അറിയില്ല. അപ്പൂപ്പൻ തുടങ്ങിയ ബാങ്കാ. ചേട്ടാ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കല്യാണം മുടങ്ങണം. അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ ഓരോ ഇടപെടലായത്. നമ്മുടെ പെൺകൊച്ചിന്റെ ജാതകദോഷം ബാങ്കിനൊരു ബാധിക്കും. പറയാതെ 10,000-കണക്കിന് നിക്ഷേപകരുള്ള ബാങ്കാണ്. വീട് വെക്കാനും കുട്ടികളുടെ ഉപരിപഠനത്തിനും മക്കളെ കെട്ടിക്കാനും അങ്ങനെ നിരവധി ആവശ്യത്തിലുള്ള പണമാണ് ഓരോരുത്തരും നിക്ഷേപിച്ചിരിക്കുന്നത്. അതൊക്കെ പിൻവലിക്കാൻ കഴിയാതെ അവരൊക്കെ വിരമിക്കുന്നത് എൻ്റെ മോടെ ജാതകദോഷം കൊണ്ടാണ്. പണം ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ജീവിതത്തിൽ ഈ നിമിഷം വരെ ആരോടും വാക്ക് വ്യത്യാസം കാണിച്ചിട്ടുള്ളവനല്ല ഞാൻ. ഞാൻ പറഞ്ഞതാ, അതെടുത്ത് മറ്റേതെങ്കിലും നാഷണൽ ബാങ്ക് ഇടാമെന്ന്. ഇന്നത്തെ കാലത്ത് ഒരു ബാങ്കിനെയും വിശ്വസിക്കാൻ ഒക്കില്ല ചേട്ടത്തി. കൊള്ള സങ്കേതങ്ങളല്ലേ. കാശുള്ളവും 10,000 കോടി ലക്ഷം കോടി ബാങ്കിനെ പറ്റിച്ചിട്ട് ലണ്ടനിലും അമേരിക്കയിലും പോയി സുഖിക്കുന്നു. ബാങ്കുകാര് സാധാരണക്കാരെ ഇവിടെ ഇട്ട് വലിപ്പിക്കുന്നു. ബാങ്കുകാരെ അവന്മാര് പറ്റിക്കുന്നു.
ഏതായാലും എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയല്ലോ, എനിക്ക് സമാധാനമാണ്. എന്തായത് മുടങ്ങാൻ പാടില്ല. അവരിങ്ങോട്ട് ഒന്നും ആവശ്യപ്പെട്ടതല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ കൊടുക്കണം. എങ്ങനെ? 1-2 രൂപയാണോ? 50 ലക്ഷം രൂപ. ബാങ്കിന്റെ ചെയർമാൻ നമുക്ക് പരിചയമുള്ള ആളല്ലേ, അദ്ദേഹത്തോട് സംസാരിച്ചാലോ? സംസാരിച്ചു, പണം നഷ്ടമാകില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞു. ലോക ബാങ്കിന് നമ്മൾ വിരലെ നിർത്തുന്നില്ലേ കൊച്ചേട്ട, അതുപോലെ ചെറുക്കനെ 1 മാസത്തേക്കൊന്ന് വിരലെ നിർത്തുന്നു. ഭാഗ്യോടെ കൊടുക്കേണ്ടി വരില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ അപ്പൂപ്പന്റെ ആത്മാവിന്റെ ഇടപെടലായി. ഗംഗാപ്രസാദിനോട് എന്ത് പറയും? ആകെ നാണക്കേടായിരുന്നു. ഈശ്വര, എന്താ എന്തു പറ്റി? അപ്പൂപ്പനും അമ്മൂമ്മയും നിന്റെ പേര് നിക്ഷേപിച്ച പണം ഗംഗാപ്രസാദിന് എന്ന് കൊടുക്കാമെന്ന് അച്ഛൻ വാക്ക് പറഞ്ഞതാ. പക്ഷെ ബാങ്കിലൊരു പ്രശ്നം മക്കളെ, ഉദ്യോഗസ്ഥരെന്തോ തിരിമറി നടത്തി പണം പിൻവലിക്കാൻ പറ്റാത്ത സാഹചര്യ. ആ കുട്ടിയോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതല്ലമ്മേ, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം. എങ്ങനെ? അച്ഛൻ വിചാരിച്ച നടക്കില്ലേ? 50 ലക്ഷം രൂപ ഏതാനും നിമിഷങ്ങൾക്കകം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്മാനമല്ല, ഒരു ജീവന്റെ വിലയാ. നാളെ അയാൾ മരണപ്പെട്ടു പോയാൽ ഒരു ചാവേറിനെ 50 ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്തതാണെന്ന് സമാധാനിക്കെങ്കിലും വേണ്ട. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നീ എന്തിനു സംഭവിച്ചു? മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ എന്റെ ജീവിതം ഏറ്റെടുക്കാൻ തയ്യാറായതല്ലേ, അയാളോട് പറഞ്ഞ വാക്ക് പാലിക്കണം. വീടിന്റെ വസ്തുവിന്റെ പ്രമാണം ബാങ്കിൽ ഫ്ലഡ് ചെയ്താലോ? ഇന്ന് കാശ് കൊടുക്കാൻ ഒക്കുമോ? വ്യത്യസ്ത കാഴ്ചകൾ തേടുന്ന വേറിട്ട ജീവിതം നയിക്കുന്ന അച്ഛന്റെ വാക്കിന് വിലയില്ലാതാകില്ലേ? പുരോഗമന ആശയമുള്ള ഒരു ചെറുപ്പക്കാരൻ വരും, അച്ഛനെ അനുസരിക്കണമെന്ന് പറഞ്ഞു. അനുസരിച്ചു. ഇത്തരം തടസ്സങ്ങളും എന്റെ ജാതകദോഷമാണെന്ന് നാളെ ആരോപിച്ചാൽ ജനിച്ച സമയം ഞാൻ തീരുമാനിച്ചതല്ല. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കും. അച്ഛനൊന്ന് പതറി. ഗംഗാപ്രസാദിന് കൊടുക്കാനുള്ള പണത്തെ പറ്റി ഞാനൊന്ന് ആലോചിച്ചാലോ? 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ അച്ഛൻ ആരുടെ മുമ്പിലും തോൽക്കാൻ പാടില്ല. അച്ഛൻ വിഷമിക്കണ്ട, കാശുടനെ എത്തും. എങ്ങനെ? ആര് തരും നിനക്ക്? ശങ്കർ റാവ്. ഈ വിവാഹം നടക്കണമെന്ന് അവന് നിർബന്ധമുണ്ട്. അയാൾ പ്രണയിച്ച പെണ്ണെ മറ്റൊരാൾ വിവാഹം കഴിക്കുമ്പോൾ അത് നടക്കണമെന്ന് അവൻ ആചരിക്കേണ്ട കാര്യം? അത് പിന്നെ അച്ഛൻ എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാ. അച്ഛൻ ധൈര്യമായി, അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റും. അവനോട് പണം കടം വാങ്ങുന്നതിനേക്കാൾ നല്ലത് മറ്റേ കുട്ടിയോട് കാര്യം പറയുന്നായിരുന്നില്ലേ? കൊച്ചേട്ടൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് അവള് നിഷ്പ്രയാസം നടത്തിയത്. പുതിയ കാലത്ത് ഇങ്ങനെ മക്കള് തന്തമാർക്ക് പണി തരുന്നത്. ഓ, പണം കടം വാങ്ങുമ്പോ എന്ന് മടക്കി കൊടുക്കാൻ കഴിയുമെന്ന് പറയണം, എന്നിട്ട് വാങ്ങാം. അതല്ലേ എനിക്ക് മനസ്സിലാകാത്തത്. ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജർമാരും ഭരണക്കാരും ഒക്കെ കോടികൾ ദർബാറടിച്ച് കളയുന്ന എങ്ങനെയാ ചേട്ടാ? ഹലോ ഉണ്ണിത്താൻ, എടോ ഞാനാ സേതുരാം. എടോ എൻ്റെ മോടെ അല്ല പറഞ്ഞതാണ്. പക്ഷെ ഒരു പ്രശ്നം, അവിടെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ പ്രഭാകരൻ പിള്ള പ്രസിഡന്റായ ബാങ്കിൽ കുറേ പൈസ നിക്ഷേപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെന്തോ തിരിമറി നടത്തി അത് പിൻവലിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ അവർക്ക് ഇന്ന് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു പോയി. ഞാനത് ഒരിടത്തുനിന്ന് മറിക്കും. 1 മാസത്തിനകം തിരികെ കൊടുക്കണം. 1 മാസത്തിനകം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ണിത്താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഓ അതെ, 50 ലക്ഷം. ഓക്കെ, അപ്പം ഞാൻ അവരോട് വാക്ക് പറയുക. താങ്ക്സ് ഉണ്ണിത്താൻ, താങ്ക്സ്. ഉണ്ണിത്താൻ വാക്ക് പറഞ്ഞ വാക്കാ. പക്ഷെ കൊച്ചേട്ടാ, നമ്മൾ എവിടേക്ക് ഇടപെട്ടാലും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്, ശ്രദ്ധിച്ചോ? ആഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ നോക്കി, നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടിയോ? 6 മാസം മുമ്പ് ഒരു കൂട്ടർ ബുക്ക് ചെയ്ത തടസ്സമാണ്. പാചകക്കാരനെ നോക്കി, പഴയ ഇടം മോഹനൻ നമ്പൂതിരി കിട്ടിയോ? ഭാഗ്യമായി, ഉടായിപ്പ് അയാളുടെ ഭക്ഷണം. പക്ഷെ നമ്മുടെ ഈ ശ്രമങ്ങളിലേക്ക് ഒരു തടസ്സം, അത് ഈ ജാതകദോഷം കൊണ്ടാണ്. നിനക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല. നമ്മൾ അച്ഛൻ മരിച്ചപ്പോ നീ എന്തോ പറഞ്ഞേ? അമ്മ തലയെ കൈവച്ച് ബ്രാഗിട്ടാണ്. കൂട്ടാൻ ഉപ്പില്ലെന്നും പറഞ്ഞ് മൂപ്പിന്ന് ചോറെടുത്ത് തെക്കോട്ട് ഇറങ്ങിയപ്പോ അമ്മ തലയൊക്കെ വെച്ച് ബ്രാഗുന്നത് കൊച്ചേട്ടന് കണ്ടതല്ലേ? അങ്ങനെ നീ എത്ര തവണ ആകേണ്ടതാ? ഗുണമില്ലാത്തവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നും പറഞ്ഞ് അവരെന്തുമാത്രം ബ്രാഗിട്ടുണ്ട് നിന്നെ. ചാകാത്തത് എന്റെ സമയം നല്ലതായതുകൊണ്ട്. മണ്ടരി പിടിച്ച തെങ്ങ് പോലെ ഗുണം പിടിക്കാൻ നിൽക്കുന്ന എന്താ? പ്രാക്ക് ദോഷം. നമ്മുടെ അമ്മ ഇവിടെ സുഖമില്ല കിടന്നപ്പോ കൊച്ചു വെളുപ്പം കാലത്ത് അങ്ങനെ പട്ടി ജാൻസി ഓരിയിട്ടപ്പോ ഞാൻ എന്തോ കൊച്ചേട്ടന് പറഞ്ഞത്, അമ്മാസ്തമയം വരെ പോകത്തില്ലെന്ന്.
കാലനെ കണ്ട കൊച്ചേട്ടാ പട്ടി ഓരിയിട്ടത്. കന്നിവാദത്തി പട്ടി ഓരിയിരുന്നത് നിങ്ങൾ ഇവരോട് തിരക്കിച്ച് സമയം കളയാതെ മനുഷ്യ. 1500 കുറി എവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൂടെ തീർക്കാനാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവനെ കൂട്ടിക്കൊണ്ട് പോയി കുറെ അങ്ങ് വിളിക്കാൻ. എവനോ? ഏത് കാര്യത്തിന് ശകുനവും തടസ്സവും പറഞ്ഞ ഇവനോ? കൊച്ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഈ കുടുംബത്തിൽ വെച്ച് നടന്ന അവസാനത്തെ കല്യാണമായി. എന്താണ് ഇവിടെ ഇനി വേറെ കല്യാണം നടക്കത്തില്ലേ? ഇയാളെന്താ വീണ്ടും കെട്ടുന്നു? എടാ എന്റെ മോക്ക് മക്കളുണ്ടാവും, അവരുടെ കല്യാണം നടക്കും. അതൊക്കെ കാണാൻ നമ്മൾ ഉണ്ടാവുമോ കൊച്ചേട്ടാ? നീ കാണത്തില്ല, ഞാൻ കാണും. ഞാനൊരു പ്രവചനം നടത്തി ഇവിടെ ഇല്ല. പക്ഷേ ഭക്ഷണം മോശമാകും. നമ്മുടെ ആൾക്കാരൊക്കെ അറിയാമല്ലോ. 4 കൂട്ടം വ്രതമണിക്കുട്ടി വിഷ്ഠാനം അടിച്ചിട്ട് അവിടെ ഇവിടെ പറയുന്ന കുറ്റം പറയുന്നവരാ. സാമ്പാറിന് കായം പോരാ, ഉപ്പേരിക്ക് പോരാ, പുളിശ്ശേരി. ഇങ്ങനെ തിന്നാൻ വേണ്ടി മാത്രം ഒരു ജന്മം മാനമുണ്ടോടാ? വെച്ചു വിളമ്പി തരണ്ടവളോ? പാവം എന്റെ ചാപ്പാട് കൂടിയിട്ട് അവളവളെ ഉയരും കൊണ്ട് ഓടിയത്. ചേട്ടാ അവളെ കല്യാണം വിളിക്കണ്ടേ? അവളെ വിളിക്കണം. വിളിക്കണം. എന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടോ? പിന്നെ അങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണണം. ഗംഗാപ്രസാദാണോ? അല്ല, ശങ്കർറാമ. വിളിച്ചിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി. അറിഞ്ഞു. അവിടെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയും നിക്ഷേപിച്ച പണമാണ്. അവരിങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടതല്ല, കൊടുക്കാമെന്ന് ഞങ്ങൾ വാക്ക് പറഞ്ഞതാണ്. വ്യാപാരമല്ലാതെ ഏതെങ്കിലും മതപ്രചരണമല്ലാതെ കുറെ അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയും അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആചാര്യയുടേത്. ഗംഗാപ്രസാദ് അവിടുത്തെ ഒരു അംഗമാണ്. അവിടെ മോൻ്റെയും പേരിൽ നിക്ഷേപിക്കുകയായി തുക. അദ്ദേഹത്തോട് ഇങ്ങനൊരു തടസ്സം പറയണ്ട എന്ന് മോള് നിർബന്ധിച്ചു. ഈ വിവാഹത്തിൽ ഇങ്ങനെ ഇടപെടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അനിലെ വിവാഹം ചെയ്യാൻ ഇങ്ങനെ ഒരാൾ തയ്യാറായെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. ഈ വിവാഹം നടക്കേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. ശങ്കർറാം കാണിക്കാത്ത ധൈര്യം ഗംഗാപ്രസാദ് കാണിച്ചുള്ള സന്തോഷം കൊണ്ടാ. ജീവിതത്തിൽ പിന്തിരിഞ്ഞും ചുറ്റുപാടൊന്നും നോക്കാനില്ലാത്തവനും ഭാവിയിലേക്ക് മാത്രം നോക്കുന്നവനും ഇത്തരം സാഹസം കാണിക്കാം. ഇതറിഞ്ഞപ്പോ എന്റെ അച്ഛൻ പറഞ്ഞത് എത്ര നന്നായി. ഒരു മാസത്തിനകം മടക്കി തരും. ഞാനിത് ഈടായിട്ട് രേഖാമൂലം എന്തെങ്കിലും എഴുതി തരേണ്ടതുണ്ട്. അച്ഛൻ ഒരിക്കലും എന്നെ ഒരു അന്യനായി കാണരുത്. ഇതെന്റെയും കൂടി ആവശ്യമാണ്. തുടർന്നും എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഒപ്പമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല പുതിയ തലമുറയുടെ രീതികൾ. 6 വർഷം പ്രണയിച്ചിട്ട് ജാതക ദോഷത്തിന്റെ പേരിൽ വിവാഹം കഴിക്കാൻ തയ്യാറാകാത്ത നിന്നോട് എനിക്ക് ദേഷ്യമായിരുന്നു. അപ്പോഴും നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുമ്പോൾ ശങ്കർ ആ സൗഹൃദം ഉപേക്ഷിക്കാതെ അവളോടൊപ്പം നിൽക്കുന്നു. എനിക്ക് മറക്കാൻ കഴിയില്ല അച്ഛാ. അനിലേ, ഇന്നലകളിലെ കാമുകം പറയും ഞാൻ അവൾക്ക് വേണ്ടി മരിക്കുമെന്ന്. മരിച്ചാൽ പിന്നെ ജീവിതമുണ്ടോ? ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതാ പുതിയ കാലത്തിന്റെ രീതി. ഈ വിവാഹം നടക്കണം അനില. അവളുടെ ജീവിതം സന്തോഷമുള്ളതായിരിക്കണം. മോന ഗംഗാപ്രസാദ്, ഞങ്ങളുടെ മോനെ പരിചയപ്പെട്ടില്ലല്ലോ. ഈ വിവാഹത്തോട് ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു നേട്ടമുണ്ടായി. ഞങ്ങൾക്ക് ഒരു മകളെ നഷ്ടമാകുകയല്ല, ഒരു മകനെ കൂടി കിട്ടുക. അവൻ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകും. അമ്മേ, ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. വിശക്കുന്നുണ്ട്. അമ്മയുടെ കറിയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഒരു പക്ഷേ എനിക്കതൊന്നും ശീലമില്ലാത്തത് കൊണ്ടാണ്. അമ്മ അടുത്ത് രുചിയായി, തണലായി, കരുതലായി വന്നേ. വല്ലതും കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഒരു പുതിയ ആളുണ്ട്, പരിചയപ്പെടണ്ടേ? വേണം വേണം. സോറി, ഈ വിശപ്പിന്റെ വിളി കാരണം ഞാനെല്ലാം മറന്നുപോയി. ഇവിടെ വരുമ്പോ ഈ കുടുംബം അനുഭവിച്ചിട്ടില്ലാത്തവന് ഉത്സവപരമ്പരത്തെ കുട്ടിയുടെ കൗതുക. ഞാൻ സേതുരാമന്റെ ഇന്ദിരാദേവിയുടെ മരുമകൻ ഗംഗാപ്രസാദ്. അനിലെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചെക്കനാ. എങ്ങനെ? ഞാൻ ശങ്കർറാം. 6 വർഷമായി അനിലെ പ്രണയിക്കുന്നു. ആഹാ, നിങ്ങളായിരുന്നു അത്. വിവാഹത്തിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ വന്ന് കാണണം എന്നാഗ്രഹിച്ചു. മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു, ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ. അത്രയ്ക്ക് ആത്മവിശ്വാസമോ? തീർച്ചയായും. അടുത്ത 17 ഞങ്ങളുടെ വിവാഹം. എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഗംഗാപ്രസാദും അനിലയും ഒരുമിച്ച് ദീർഘകാലം ജീവിക്കും. അത് കണ്ട് അസൂയോടെ കണ്ണുവെക്കരുത് കേട്ടോ ചങ്ങാതി.
വർഷത്ര ദൂരം പൊരുത്തത്തിനി എത്ര ദൂരം പൊരുത്തത്തിനി എത്ര ദൂരം പരസ്പരം നാം തമ്മിൽ അറിയുന്നത്രയും നേരം പരസ്പരം നാം തമ്മിൽ അറിയുന്നത്രയും നേരം അനുരാഗത്തിന് അഴകളവുണ്ടോ അതിനൊരു മറുപുറമുണ്ടോ അനുരാഗത്തിന് അഴകളവുണ്ടോ അതിനൊരു മറുപുറമുണ്ടോ അടങ്ങിത്തീർന്നാലും ആളിപ്പടരുവാൻ ആത്മാവിനൊരു തിരി ബാക്കിയുണ്ടോ ആദിയാനന്ദമാകും പ്രകാശമുണ്ടോ പ്രണയത്തിനെത്ര ദൂരം പാടിയാൽ തീരാത്ത നക്ഷത്രദൂരം പൊരുത്തത്തിനി എത്ര ദൂരം വാക്കിനും നോക്കിനും അപ്പുറത്തെത്തുമ്പോൾ നാം തമ്മിലറിയുന്ന നേരം നാം തമ്മിലറിയുന്ന നേരം മേഘത്തിനേക്കാൾ സുഹൃതമുണ്ടോ മേഘത്തിനേക്കാൾ സുഹൃതമുണ്ടോ മോഹത്തിനേക്കാൾ സുഗന്ധമുണ്ടോ വേനൽ വരമ്പത്ത് വേഴാമ്പൽ മനസ്സുമായി വേദനിച്ചിരിക്കാത്ത പ്രണയമുണ്ടോ നീറിയുരുകാത്ത നിമിഷങ്ങൾ അർത്ഥമുണ്ടോ മനസമാധാനത്തോടെ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നിട്ടെത്ര ദിവസമായി ഹോ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ വിളിച്ചു ഇരുന്നപ്പോഴേക്കും എന്റെ ആപ്പീസ് കൂട്ടി നീ എതിർത്തല്ലേ ഓ. കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നല്ലോ അത് മതി ബന്ധുക്കൾ ചിലരൊക്കെ ചോദിച്ചു അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അനാഥനെയാണോടി മോളെ പിടിച്ചു കൊടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവനെയാണെന്ന്. നന്നായി എന്ന് പറഞ്ഞവര് ധാരാളം ഉണ്ടായി. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ശങ്കർറാമും അവൻ്റെ അച്ഛനും ഒക്കെ വിവാഹത്തിൽ ആദ്യാന്തം സജീവമായി പങ്കെടുത്തു. പിന്നെ ദക്ഷിണ കൊടുക്കുന്നിടത്ത് മോള് വാശി പിടിച്ചു. ശങ്കർറാമിന്റെ അച്ഛൻ ദക്ഷിണ കൊടുക്കണം. എനിക്ക് തീരെ രസിക്കാത്തൊരു സംഗതിയായിരുന്നു അതൊക്കെ. പിന്നെ ചടങ്ങ് അലപ്പാക്കട്ടെ എന്ന് വിചാരിച്ചൊക്കെ സമ്മതിച്ച തലയല്ല ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമ്മളെ സഹായിച്ചവര് വരും. അതെ. അല്ല, കുട്ടികളെ ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ആ രാത്രിയിലെ റിസപ്ഷൻ ആചാര്യോടൊപ്പം അവിടുത്തെ അന്തേവാദികളോടും കുട്ടികളോടും ഒപ്പം ആയിരിക്കും നേരത്തെ തീരുമാനിച്ചതല്ലേ. ആ സന്തോഷത്തിനൊക്കെ പങ്കെടുത്ത് വൈകുന്നതാ. അല്ല, ഇനി രാത്രി അവിടെ തങ്ങൂ? ഉറപ്പായിട്ട് വരുമെന്ന് പറഞ്ഞല്ലേ, അവര് വരും. ആ വലിയ വാർപ്പ് നമ്മൾ അമ്പലത്തിലെ അതിനെ ആ ഊട്ടുവരെ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ആ കല്ലിനെ വിളിച്ച് പറയണ. എനിക്ക് വയ്യ, എന്നെ സമ്മതിച്ചു തന്നെ. പാചകക്കാരെയൊക്കെ പറഞ്ഞു വിട്ടോടാ. ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. ഏതായാലും കൊച്ചേട്ടനെ എന്റെ കാര്യപ്രാപ്തി ബോധ്യപ്പെട്ടല്ലോ. പിന്നെ അതെനിക്ക് നേരത്തെ ബോധ്യമുള്ള കാര്യമല്ലേ. ചാപ്പാട് ബോധിച്ചോ? വൻമുറി സദ്യ പോരായിരുന്നു കൊച്ചേട്ടാ. അവിയനകത്ത് കശുവണ്ടി ഇട്ടില്ലെന്ന് ശ്രീമന്ദിരത്തിലെ അമ്മാവും പരാതി പറഞ്ഞു. എന്തെങ്കിലും ഒരു പോരായിക വേണമല്ലോ. വീട്ടിൽ ഓമയ്ക്കാത്തോരനും ചക്കാവിലൊക്കെ തിരുന്ന പുല്ലൊക്കെ കല്യാണ വീട്ടിൽ വന്ന വായ്ക്കുരുചേട്ടത്തിന് കഴിക്കുന്നത്. പിള്ളേര് ലേബർ റൂമിൽ കയറി. ലേബർ റൂം? ആ ലേബർ റൂം
നിങ്ങളിവിടെ വിസ്തരിച്ച് മുറുക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്ട് ചോദിച്ചതാ. മോളെയും മരുമകനെയും പാലും ഒക്കെ കൊടുത്ത് കയറ്റി വിട്ടിട്ട് രണ്ടുപേരും സ്വസ്ഥമായി നിൽക്കുകയാണെന്ന് കരുതി. ഓർക്കുന്നുണ്ടോ എന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഞാൻ സുശീലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കപക്കെട്ടിന് ഇത്തിരി ആവി പിടിച്ചു വരാന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുക. എല്ലാരും വന്നിട്ടാ ഈ പത്ര കഴിഞ്ഞിട്ടു ദൈവമേ കഷ്ടകാലം കിടന്ന് കറങ്ങുന്നതാ. കൊച്ചേട്ടാ ഒന്ന് വിളിച്ചു ചോദിച്ചേ. അവര് വൈകുന്നു വിളിച്ച് പറഞ്ഞാ വരും. എന്നാലും രാത്രി വണ്ടി ഓടിച്ച ആ വളവിന് എപ്പോഴും അപകടം ഉണ്ടാകുന്നു. തിരുനാമൊന്നും പറയാതിരിക്കാമോ? എന്റെ നാവിലാണ് ഇപ്പൊ കുഴപ്പം. ചേട്ടത്തി, പരീക്ഷത്തിലെ പാമ്പ് കടിച്ചു കൊല്ലുന്നായിരുന്നു വിധി. പഠിച്ച പണി 18 നോക്കിയിട്ടും പാമ്പ് പഴത്തിനകത്ത് പുഴുവായിട്ടിരുന്ന് എന്ന് കാര്യം സാധിച്ചോ? മുട്ടയടിച്ച തലയിലെടുത്ത് മാറ്റാൻ പറ്റുമോ കൊച്ചേട്ടാ? നിനക്ക് വിശക്കുന്നുണ്ടോ? 9 മണിക്കൂർ പിടിപ്പിച്ചതാ. ഒരല്പം കൂടെ കഴിയട്ടെ. സുശീല കല്യാണത്തിന് വന്നിരുന്നു. കൊച്ചേട്ടൻ കണ്ടോ? നിന്റെ ഭാര്യ? ഓ, അവളിപ്പോ നമ്മുടെ വില്ലേജ് ഓഫീസർ ഗോപാലകൃഷ്ണയുടെ ഭാര്യയല്ലേ? അത് അവളുടെ ഭാഗ്യം. അവളുടെ മൂത്ത മോനെ എന്റെ പേരായിട്ടിരിക്കുന്നത് മിസ്റ്റർ രത്നാകരൻ. 8 കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് മുഹൂർത്തമുള്ളെന്ന് പറഞ്ഞു നീ ഒരു നേരക്കുറിപ്പടി കാണിച്ച് അവളെ വിരലേ നിർത്തിയതിന്റെ പ്രതികാരമാ. ആ മുഹൂർത്തത്തിൽ കാര്യം സാധിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുന്ന കൊച്ചിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഉണ്ടാകാഞ്ഞത് മഹാഭാഗ്യം. അതെ. ഇതുവരെയായിട്ടും കുട്ടികളെ കാണുന്നില്ലല്ലോ. നീ ഒന്ന് അടകാടി. ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിസാര കാര്യം. ജാതക ദോഷമുള്ളതുകൊണ്ടാ ചേട്ടത്തിക്ക് പേടി. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ ഇന്ന് വരെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. അവന്റെ പേരെന്നാളും പറഞ്ഞു. ആര് പറഞ്ഞിട്ട്? വാര്യനും തമ്പുരാനും പരിഹാരമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അല്ല കൊച്ചേട്ടാ, അഥവാ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ കൊച്ചനെ അങ്ങോട്ട് പോകുവോ അത് ഇവിടെ വെച്ച് കർമ്മങ്ങൾ നടത്തും? നീ എന്തുവാ ഉദ്ദേശിക്കുന്നത്? മാവരെണ്ണം മടക്കപ്പുറത്ത് കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആംബുലൻസിന്റെ അത് ശരി. ഉത്തരവാദിത്തോട് കാര്യങ്ങളെല്ലാം നീക്കിവെച്ചത് കുറ്റമായി. അവസാനം കണക്കും ബാക്കി കാശും ഇതിനകത്തുണ്ട്. ഉച്ചേട്ടൻ സൗകര്യം പോലെ നോക്കിയാൽ മതി. ആ നോക്ക് ഉച്ചേട്ടാ, ഇനി ഒരു സംശയം. ഇവിടെ വെച്ച് കർമ്മങ്ങൾ നടത്തിയ കരയോക്കാർ ഇടയൂ? അനാഥലങ്ങനെ നായരാജ് മോനും മോളുവാ. എന്താ മക്കളെ വരാൻ വൈകിയത്? അനാഥ കുട്ടികളുടെ ആട്ടവും പാട്ടും എന്ന് വേണ്ട, അവിടെ പോസ്റ്റ് അടിച്ചത് മക്കളോട് ബോറടിച്ചു. അവരുടെ നിഷ്കളങ്കമായ സ്നേഹം, സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്ത ആഹ്ലാദത്തിലായിരുന്നു കുട്ടികൾ. അനില ആഹാരം കഴിച്ചിട്ടില്ല. ആദ്യമായതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ആർക്കൊക്കെയോ ജനിച്ച ഏതൊക്കെയോ മക്കൾ, ആരൊക്കെയോ ഉപേക്ഷിച്ചവർ. അവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്തത് സത്യസന്ധമായ പെരുമാറ്റങ്ങളാണല്ലോ, അല്ലേ അച്ഛാ? സാരമില്ല മക്കളെ, നീ അവർക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക. അല്ല വാ, നീ വേണ്ട, വിശപ്പ് ചത്തു. കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. മക്കൾ ഇതൊന്നും കാര്യാക്കണ്ട. മക്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഞാൻ നന്നായി കഴിച്ചു. മാതാപിതാക്കളില്ലാത്ത മക്കളുടെ സങ്കടം അതുള്ളവർക്കറിയില്ല. ഞങ്ങൾ സങ്കടവും സന്തോഷവും എന്നൊക്കെ ഒരുപോലെ പങ്കുവെക്കും. ഒപ്പമുള്ളവർ തങ്ങളുടെ പാത്രത്തിൽ നിന്നും സ്നേഹത്തോട് ഒരു വാ ചോറ് തന്നാൽ അത് ചോറല്ല, സ്നേഹമാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് വല്ലാതെ നിറഞ്ഞു പോയമ്മ അനിലയ്ക്ക് എന്താ കൊടുക്ക? അച്ഛനൊക്കെ ഞങ്ങളെ കാത്തിരുന്നതല്ലേ? ആ സ്നേഹഭവനിൽ വല്ലപ്പോഴും വീണ് കിട്ടുന്ന സന്തോഷങ്ങളാ ഇത്തരം നിമിഷങ്ങൾ. തിരക്ക് നടിച്ച് പോരാൻ പറ്റില്ലായിരുന്നു. അവിടെ തന്നെ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ? സാരമില്ല. മക്കൾക്ക് കുഴപ്പം വല്ലതും തോന്നുന്നുണ്ടോടാ? ഈ ശാരീരികമായിട്ട് എന്തെങ്കിലും? ഒന്ന് കുളിക്കണം, നല്ല ക്ഷീണം. മോനെ, ആഗ്രഹം വല്ലതും ഉണ്ടോടാ? ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണമെന്നോ വേണ്ടപ്പെട്ടവരെ കാണുന്നോ പറ്റോ? ഇത് എന്റെ ആദ്യ രാത്രിയാണ്. അതെ, അവസാന രാത്രിയല്ല. ഞാൻ ഇന്ന് മരിച്ചു പോകുമെന്ന് ചിറ്റപ്പന് ഒരു ധാരണ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. അതിന് വെച്ച വെള്ളങ്ങ് വാങ്ങിയത്. ഞാൻ മരിക്കില്ല.
അന്ധവിശ്വാസത്തിന്റെ ബലിക്കലിൽ വീണ് മരിക്കുന്നവനല്ല ഞാൻ. ഗുഡ് നൈറ്റ്. ഇവൻ എന്തോ മുൻകരുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തലേനെഴുത്തിന് മുന്നിൽ എന്താണോ മുൻകരുതൽ? പറഞ്ഞാൽ നെല്ലിയുടെ നെറ്റത്ത് ആണുങ്ങളെ പ്രവേശിച്ചിരിക്കുന്നത്. അത് നടക്കും. കൊച്ചേട്ടൻ പോയി കിടന്ന് ഉറയ്ക്കും. ചത്തു കഴിയുമ്പോൾ ഞാൻ വന്ന് വിളിക്കും. അവനെ കൊല്ലണമെന്ന് നിനക്കെന്താണ് ഇത്ര നിർബന്ധം? അവൻ മരണത്തിന്റെ കാര്യത്തിലല്ല, ജീവിതത്തിന്റെ കാര്യത്തിലാണ് താലി കെട്ടിയത്. അവൻ ജീവിക്കും. പിന്നെ ചവിട്ടി സത്യമായി മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം. ഞാൻ ഇത്രയും ബോറടിച്ച ദിവസമില്ല. ഒരനുഷ്ഠാനം പോലെ അതിനൊക്കെ നിന്നുകൊടുത്തല്ലേ പറ്റൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ മികച്ച നടിയാണ്. കഴുത്തിൽ മാലയിടുന്നതിന് മുമ്പ് നീ എന്നെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചില്ലേ? അതയാൾ കണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഏയ്, അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ശങ്കർ. അനാഥാലയത്തിലെ ഷോ ആയിരുന്നു കടുപ്പം. ആ പിന്നെ എന്താടോ ഈ 11 മണിക്ക് ഉറങ്ങാതിങ്ങനെ? നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്തിനാ ബേജാറാകുന്നത്? താൻ ധൈര്യമായിട്ടിരുന്നോ. എനിക്കറിയരുതോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്? സത്യത്തിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ആലോചിച്ചാൽ കഷ്ടം തോന്നും. എത്രയും പെട്ടെന്ന് അത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പ്രശസ്തരും പണ്ഡിതരുമായ പലരും ഒരേ സ്വരത്തിൽ ഇത് നടക്കുമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് കുറ്റബോധമൊന്നും വേണ്ട. അവന് കൊടുക്കാവുന്ന മാന്യമായ വിലയല്ലേ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് പേടിയില്ലാതില്ല. ആ കേട്ടോ ശങ്കർ, അയാളെത്തി. വെച്ചേക്കോ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ആരാണ് ഈ രാത്രിയിൽ 11 മണിക്ക് ശേഷം? ശങ്കർരാമ. വിവാഹം കഴിഞ്ഞ രാത്രിയിൽ, അതും 11 മണിക്ക് ശേഷം നീ വീഡിയോ ചാറ്റിങ്ങിലൂടെ അവനോട് ഇത്ര സംസാരിക്കേണ്ട കാര്യം എന്താ? പഴമക്കാർ പറയുന്നൊരു തമാശയുണ്ട്, ബന്ധമൊഴിഞ്ഞ നായർ അച്ചിയോട് കഥകടച്ച് കിടക്കാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന്. ഉണ്ടോ? സ്നേഹഭവനിൽ വിരുന്ന് നടക്കുമ്പോൾ നീ അവനുമായി മൊബൈലിൽ ചാറ്റ് ചെയ്യുകയായിരുന്നു. കെട്ടിയാൽ ചത്തുപോകുമെന്ന് ഭയന്ന് മാറി നിന്നവൻ അവൻ എന്തിനെ ജീവിതത്തെ ഇങ്ങനെ വിടാതെ പിന്തുടരണം? ഈ 11 മണി രാത്രിയിൽ വീഡിയോ കോളിലൂടെ വന്നത് നമ്മുടെ ബെഡ്റൂമിൽ എത്തി നോക്കുന്നത് പോലെ ചീപ്പാ. അയാളൊന്ന് വിളിക്കേ. എന്തിന്? എനിക്കവനോട് സംസാരിക്കണം. വേണ്ട. അതെന്താ? ഈ 11 മണി രാത്രിയിൽ അവന് വീഡിയോ കോളിലൂടെ എന്റെ ബെഡ്റൂമിൽ വരാമെങ്കിൽ എനിക്ക് അവനോട് നല്ല വർത്തമാനം പറയണം. ശങ്കർരാമനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അങ്ങനെയാണെങ്കിൽ അത് മര്യാദയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയുമോ? അത് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ്, അത് ഏതൊരു ബന്ധമാണെങ്കിലും ഐ ഡോണ്ട് കെയർ. പക്ഷെ അതിന് ശേഷം അവൻ എന്തിനെ ജീവിതത്തെ ഇങ്ങനെ ചൊറിഞ്ഞ് രസിക്കണം? ഞാനൊരു വാക്കുകൾ ശ്രദ്ധിക്കാം, നീ നിന്റെ പെരുമാറ്റം ശ്രദ്ധിക്കുക. ഞാനൊരു പഴഞ്ചനല്ല. സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുകയും അതിനെ മാനിക്കുന്ന വ്യക്തിത്വം എന്റേത്. എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉത്തരമില്ലാത്തവരാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്നത്. എന്താ ഗംഗാപ്രസാദിന്റെ വിശ്വാസമില്ലേ? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഈ രാത്രി കലഹിക്കാനുള്ളതല്ല. ഈ രാത്രിക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. ഈ രാത്രി എനിക്ക് എന്റെ ജീവിതത്തോളം പവിത്രതയുള്ളതാ. ആദ്യ രാത്രി എന്റെ കിടപ്പറയിൽ ജാരൻ കിടന്നാൽ സംസാരം നിങ്ങൾ വളർന്ന സാഹചര്യമാണ്, ജീവിച്ച ചുറ്റുപാടാണ്. നിങ്ങൾ ഇങ്ങനെ സംശയവും സംസ്കാരമില്ലാതെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെങ്ങനെയാ മനുഷ്യനായ കുടുംബത്ത് വർക്കം?
ശബ്ദമുയർത്തിയാൽ, ഇങ്ങനെ പാത്രം വലിച്ചെറിഞ്ഞാൽ, എന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് അഹങ്കരിച്ചാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് കൃത്യമായി അറിയാം. അതിന് ഭർത്താവിന്റെ അധികാരമൊന്നും വേണ്ട. ഭർത്താവ് അതൊരു അധികാരത്തിന്റെ പേരല്ല, അതൊരു വിശ്വാസത്തിന്റെ പേരാ. മുഖമടച്ചൊന്ന് തരാത്തത് പൗരുഷം പെണ്ണിന്റെ മുഖത്തടിച്ചിനെ തെളിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇതൊരു കുടുംബമാണ്, മാതാപിതാക്കൾ അപ്പുറത്തുണ്ട്. അതുകൊണ്ടാ ഈ ഷോ ഞാൻ കുറെ സഹിച്ചത്. ഈ രാത്രി ഇങ്ങനെ ആയിപ്പോയത് ആരുടെ ജാതകദോഷം കൊണ്ടാ? ഉറപ്പായും അത് നിന്റേതല്ല. ഈ രാത്രി നഷ്ടപ്പെട്ടത് മനപ്പൊരുത്തുക അല്ലേ? ഗുഡ് നൈറ്റ്.